27% OBC സംവരണത്തിൽ ഒരൊറ്റ അടിക്ക് പിടിച്ചു നിർത്തുക എന്നത് എത്രയോ കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. അതായത് മനസ്സിലാക്കേണ്ട കാര്യം, ഈ സംവരണത്തിനപ്പുറത്ത് ഒരു OBC വിഭാഗക്കാരൻ അതായത് മെറിറ്റിൽ വിജയിച്ചു വന്നാൽ അയാളെ ഈ സംവരണ പട്ടികയിലേക്കാണ് ചേർത്ത് വയ്ക്കുക. അങ്ങനെ ഈ 27% റൗണ്ട് ചെയ്ത് നിർത്താൻ വേണ്ട ഇടപെടൽ കൃത്യമായി നടത്തുന്നുണ്ട്. ഇതിനെതിരെ ഈ പിന്നോക്ക സംഘടനകളൊക്കെ എത്രയോ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് ഈ പറഞ്ഞതുപോലെ ബധിരകരണങ്ങളിലാണ് ചെന്ന് പെടുന്നതെന്നോ അല്ലെങ്കിൽ അത് ആരും അത് ഏറ്റെടുക്കാനില്ലാതെ പോകുന്നു എന്നതോ ഒക്കെ ആയിരുന്നു വാസ്തവം. പക്ഷേ ഈ ജാതി സെൻസസ് നടന്നു കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ നിസ്സാരമായി കൈവിട്ട് കളയാനാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇപ്പോൾ ഈ സാഹചര്യം കോൺഗ്രസ് അടക്കം സ്വാഗതം ചെയ്യുന്നു. പക്ഷേ അപ്പോഴും രാഹുൽ ഗാന്ധി പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. ശാസ്ത്രീയമായി ഇത് നടത്തണം, ഇത് അട്ടിമറിക്കാൻ വേണ്ടി ആവരുത്. പറയുന്നുണ്ട് കണ്ണിൽ പൊടിയിടുന്ന പരിപാടി ആണ് എന്നുള്ള മട്ടിൽ CPM പറയുന്നുണ്ട്. ഇതൊക്കെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്ത്രപരമായി ഈ ഒരു സങ്കല്പത്തെ തന്നെ അട്ടിമറിക്കുന്ന തരത്തിലേക്ക് ഡിസൈൻ ചെയ്തെടുക്കുമോ എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആശങ്ക, CPM-ന്റെ ആശങ്ക. ആ കാര്യത്തിൽ കുറേയൊക്കെ ഇപ്പോൾ ബീഹാർ മോഡലിന്റെ പ്രശ്നങ്ങൾ പഠിച്ചാണ് തെലങ്കാന മോഡൽ അവതരിപ്പിച്ചത്. ആ നിലയ്ക്ക് അത് കുറെ കൂടി കാര്യക്ഷമമാണ്, ശാസ്ത്രീയമാണ്. ഒരു കാര്യം കൂടി തനിഷ് പറഞ്ഞ കാര്യത്തിൽ ഒരു പോയിന്റ് കൂടെ ചേർത്തുക. പോയിന്റല്ല, ഒരു തമാശ, ഒരു കൗതുകം. അതായത് ബീഹാറിൽ പട്ടികയിൽ 214 ജാതിയാണ്. ആ ബീഹാർ സംസ്ഥാനത്ത് മാത്രം 214 ജാതി അടയാളപ്പെടുത്തുകയും ഇനി ഇതിൽ പെടാത്ത ജാതിക്ക് വേണ്ടി ഒരു കോളം മാറ്റിവെക്കുകയും ചെയ്തു. ഏത് 214 പെടാത്തത്. അപ്പൊ ഇന്ത്യ എന്താണ്, ജാതീയമായി എത്ര വൈവിധ്യമാണ്, എന്തൊരു വിചിത്രമാണ് ഇവിടുത്തെ സാഹചര്യം എന്നുകൂടി